നമസ്കാരം പ്രിയപ്പെട്ടവരെ. പണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതവൃത്തിക്ക് വേണ്ടുന്ന അത്യാവശ്യ ഘടകമാണ്. പക്ഷേ പലർക്കും ധനം എന്ന് പറയുന്നത് കിട്ടാക്കനിയാണ്. അവരെത്ര സംഭരിക്കാൻ ശ്രമിച്ചാലും അവരുടെ കൈവെള്ളയിൽ നിന്ന് അത് വഴുതി പോകുന്നു. അവരുടെ ദൈനംദിന ജീവിത ആവശ്യങ്ങൾക്ക് പോലും പണം ഇല്ലാതെ മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടി നിൽക്കേണ്ടുന്ന നിസ്സഹായ അവസ്ഥയിൽ എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ആരുടെയും കയ്യിൽ ധനം വരാത്തത് കൊണ്ടല്ല, മിക്കവരുടെയും കയ്യിൽ ധനം നിലനിൽക്കാത്തത് കൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാം. ധനം നിലനിൽക്കാതിരിക്കാൻ പ്രധാന കാരണം നമ്മുടെ പിടിപ്പുകേടുകളിൽ പലതും തന്നെയായിരിക്കും. പക്ഷേ ഇതെല്ലാം എല്ലാ കാര്യത്തെക്കുറിച്ചും ഒരു ധാരണയുണ്ട്. പണം അനാവശ്യമായിട്ട് ചെലവാക്കാൻ നിൽക്കുകയില്ല. പക്ഷെ എന്നിട്ടും ദാരിദ്ര്യം വളരെയധികം ഫീൽ ചെയ്യുന്ന ഒട്ടേറെ പേരുണ്ട്. എന്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ ധനക്ലേശം വന്നു കൂടുന്നത്? ഇതിൽ നിന്ന് മാറി നടക്കാൻ എന്തൊക്കെ ചെയ്യാം എന്നൊക്കെയുള്ള കാര്യത്തെക്കുറിച്ച് ഒന്ന് വിശദമാക്കുകയാണ് ഈ വീഡിയോയിലൂടെ. അങ്ങനെയുള്ള 10 കാര്യങ്ങളെ നമുക്കൊന്ന് തുറന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഈ പറയുന്ന 10 കാര്യങ്ങളിൽ ഒന്നെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോൾ എത്ര ധനം ഉണ്ടെങ്കിലും ശരി, അടുത്ത് കുറച്ച് കാലയളവിൽ തന്നെ ഈ ധനക്ലേശം ഉണ്ടായി വരുന്നതാണ്. പക്ഷേ ഈ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്കൊന്ന് മാറി നടക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ധനസ്ഥിതി എത്ര ബാധ്യതയിൽ നിൽക്കുന്നതാവട്ടെ, പതിയെ പതിയെ നിങ്ങൾക്ക് മേന്മയുണ്ടാക്കാനും സ്വസ്ഥമായ ജീവിത വൃത്തിയിലേക്ക് വേണ്ടുന്ന ഒരു ധനവരവ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കുന്നതാണ്. നമസ്കാരം. ഞാൻ RJ ഹരിചന്ദ്രൻ മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ, ജ്യോതിഷ, മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിന് കീഴെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ആ വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ പ്രവേശിച്ച നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. മാത്രമല്ല ഇതിന്റെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷാലായിട്ടുള്ള പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും പ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴെയും ഇങ്ങനെ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കുക. അതിനായിട്ട് ഇതുവരെയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. ഇത് പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്കിൽ മാത്രമായിരിക്കും പുതുതായിട്ട് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് റെക്കമെൻഡേഷനായിട്ടും നോട്ടിഫിക്കേഷനായിട്ടും യൂട്യൂബ് അയച്ചു തരൂ. എങ്കിലല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് അതിൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് പ്രയോജനപ്പെടുത്തൂ. അപ്പോൾ നമ്മുടെ കയ്യിൽ ധനം നിലനിൽക്കാത്തതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വിശ്വാസങ്ങളുണ്ട്. ചിലത് ഹൈന്ദവ ആചാര രീതികളുമായി ബന്ധപ്പെട്ടതാണ്, ചിലത് ടിബറ്റൻ, പേർഷ്യൻ, അങ്ങനെയുള്ള പല വിശ്വാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സപ്പ് ആക്കിയിട്ട് പ്രധാനപ്പെട്ട 10 കാര്യങ്ങളിലേക്ക് വരാം. ഒന്നാമത്തെ കാര്യം ധനം ഒടിച്ചു മടക്കി വെക്കുന്നത് എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ ധനവിനിയോഗത്തിന് വേണ്ടിയിട്ട് പേപ്പറിനെയാണ് എടുക്കുന്നത്. നമ്മുടെ നോട്ടുകൾ എന്ന് പറഞ്ഞ പേപ്പർ കൊണ്ട് നിർമ്മിക്കപ്പെട്ടവയാണ്. പക്ഷേ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ധനത്തെ സൂക്ഷിക്കുമ്പോൾ അത് പവിത്രതയോടുകൂടി സൂക്ഷിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ ഈ പേഴ്സിന്റെ ഒക്കെ കാലഘട്ടത്തിൽ നമ്മൾ ധനത്തിനെ 2ആയിട്ട് ഒടിച്ച് മടക്കി അതിൽ വയ്ക്കുക. പണ്ടൊക്കെ 4-5 ആയിട്ടൊക്കെ മടക്കി ചുരുട്ടി ഈ മുന്താണിയിലൊക്കെ വെച്ചുകൊണ്ട് നടക്കുന്നവരെ നമുക്ക് കാണാൻ പറ്റും. മിക്കവാറും നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ധനം അധികം ചുളിവില്ലാതെ സൂക്ഷിക്കുന്നവരുടെ കയ്യിൽ ധനമേന്മ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ പറയാറുണ്ട്, അവന്റെ കയ്യിലിരിക്കുന്ന ധനം അഴുക്ക് പറ്റാത്തതാണ്. സത്യമാണ്. ഈ ദരിദ്രസ്ഥിതിയിലുള്ള ആൾക്കാരുടെ കയ്യിലിരിക്കുന്ന ധനം മിക്കവാറും മുഷിഞ്ഞതായിരിക്കും, ഒടിഞ്ഞു മടങ്ങി ആ രീതിയിലൊക്കെ കാണപ്പെടുന്നതായിരിക്കും. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ധനം അതിപ്പോൾ ഇച്ചിരി മടങ്ങിയതോ ഒടിഞ്ഞതൊക്കെ ആയിക്കോട്ടെ, നിങ്ങൾ വയ്ക്കുമ്പോൾ അത് ഒന്ന് നിവർത്തി വയ്ക്കാനുള്ള രീതിയിൽ വയ്ക്കണം. പേഴ്സിലായാലും ശരി, അല്ലാതെ വേറെ നമ്മൾ അലമാരയിലോ എവിടെയെങ്കിലും ഇങ്ങനെ അലക്ഷ്യമായിട്ട് ചുരുട്ടിയൊക്കെ കൊണ്ടുവന്നിടാതെ നിവർത്തി വയ്ക്കുക. അത് തന്നെ ലക്ഷ്മി കടാക്ഷം നമുക്ക് വർദ്ധിച്ചു വരാനും നമ്മുടെ കൈവെള്ളയിലേക്ക് ധനാഗമനത്തിന്റെ സ്രോതസ് തുറന്നു കിട്ടാനും കാരണമാക്കുന്നതാണ്. ഒന്ന് ശ്രദ്ധിക്കൂ, നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ മടങ്ങിയ ധനങ്ങളുണ്ടെങ്കിൽ അതൊന്ന് നിവർത്തി വയ്ക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, പണം ലഹരിക്കായി വിനിയോഗം ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം, ലഹരി ഉപയോഗിച്ചു തുടങ്ങുന്ന ആളിന് ധനച്ചെലവ് കൂടും. നമ്മൾ വിചാരിക്കുന്നത് ഈ ലഹരി മേടിക്കാൻ ഈ ധനം കൂടുതൽ ചിലവാകുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ കാശ് നിൽക്കാത്തതെന്ന്. അങ്ങനെയല്ല. ഒരു വ്യക്തി ദുർമാർഗത്തിലേക്ക് പണം ചെലവഴിച്ച് തുടങ്ങുമ്പോഴേ അവനിലുള്ള ലക്ഷ്മിവാസം കുറഞ്ഞു തുടങ്ങുകയാണ്. പതിയെ പതിയെ ജ്യേഷ്ഠ ഭഗവതിയുടെ സാന്നിധ്യം ആ വ്യക്തിയിലേക്ക് വന്നുകൂടും. അതോടുകൂടി അയാളുടെ കർമ്മവും അയാളുടെ ചിന്താമണ്ഡലവും എല്ലാം നെഗറ്റീവായിട്ട് മാറി തുടങ്ങും. അതോടുകൂടി അദ്ദേഹത്തിന്റെ കയ്യിൽ എത്ര രൂപ ഉണ്ടായാലും ശരി, അതെല്ലാം ഏതെങ്കിലും മോശപ്പെട്ട വഴിയിലേക്ക് പോവുകയും ഒടുവിൽ അയാളുടെ ആത്യന്തികമായ അധപതനം ആ ശീലങ്ങളിൽ നിന്ന് തന്നെ വന്നു ചേരും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ധനം ഒരിക്കലും ലഹരി വസ്തുക്കൾക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കരുത്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഉപയോഗിക്കുന്നില്ലായിരിക്കാം, പക്ഷെ നിങ്ങൾ ചിലപ്പോൾ ഒരു കുപ്പിക്ക് വേണ്ടിയിട്ട് വന്ന് കൈ നീട്ടിക്കൊണ്ടിരിക്കുന്ന ആളിന് കൊണ്ട് നോക്കിയോ എന്നുള്ള രീതിയിൽ കാശ് കൊടുക്കുന്നതും അതും തെറ്റാണ്. നിങ്ങളുടെ ധനച്ചോർച്ചയ്ക്ക് ഇതും കാരണമാകും. മദ്യപിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയോ അല്ലെങ്കിൽ മറ്റ് ലഹരി വസ്തുക്കൾക്ക് വേണ്ടിയിട്ട് ധനം കൊടുക്കാതിരിക്കുകയോ ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ധനമേന്മയ്ക്ക് നല്ലതായിരിക്കും. മൂന്നാമത്തത് ദാനം ചെയ്യാത്തത് എന്നുള്ളതാണ്. നമ്മൾ കണ്ടിട്ടില്ലേ, നല്ല നിലയിലൊക്കെ നിൽക്കുന്ന പല ആൾക്കാരും ഒടുവിൽ അധപതനത്തിലേക്ക് ചെന്ന് വീഴുന്നത്. അതായത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെ സഹായിക്കേണ്ട അത്യാവശ്യ കാര്യമാണ്. നമ്മുടെ കയ്യിൽ കുറച്ച് കാശുണ്ടെങ്കിൽ അതിൽ നിന്ന് ചെറിയൊരു വിഹിതം നമ്മൾ ദാനത്തിന് വേണ്ടി മാറ്റിവെക്കണം. അപരരെ സഹായിക്കാൻ വേണ്ടി, അശരണരെ സഹായിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഏതെങ്കിലും കുടിച്ച് കൂത്താടി കിടക്കുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, മറ്റുള്ളവർക്ക് അവരെ ഒരു കൈത്താങ്ങ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ദാനം എന്നുള്ള രീതിയിൽ
കൊടുക്കുന്നത് നന്നായിരിക്കും. അതിപ്പം 4 ആളെ അറിയിച്ചുകൊണ്ട് ഞാൻ ദാനം ചെയ്യുന്നേ എന്നുള്ള രീതി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ചാരിറ്റി നിങ്ങൾ രഹസ്യമായിട്ട് ചെയ്താലും മതി. അത് നിങ്ങളുടെ ധനമേന്മ വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ എത്ര കാശുണ്ടോ അതിനെ ഇരട്ടിപ്പിക്കുകയും ചെയ്യുന്നതാണ്. 4ാമത്തെ കാര്യം അസൂയയോടെ വസ്തുക്കൾ മേടിക്കുക എന്നത്. ഇത് കാര്യം ബോധ്യമായി കാണും ചിലർക്ക് ഇനിയും മനസ്സിലായി കാണില്ല. അതായത് തൊട്ടയൽവാസി ഒരു കാറ് മേടിച്ചു. നമുക്കിപ്പോൾ കാറ് മേടിക്കാനുള്ള പോക്കൊന്നുമില്ല. പക്ഷെ അയാൾ മേടിച്ചതുകൊണ്ട് ഓടിച്ചെന്ന് നമ്മളും EMI ഒക്കെ ഇട്ടൊരു കാറ് മേടിക്കുന്നു. അയാളൊരു ഫ്രിഡ്ജ് വാങ്ങിച്ചു. ഇത് കണ്ടപ്പോൾ അസൂയ വന്നു. ഓടിച്ചെന്ന് നമ്മളൊരു ഫ്രിഡ്ജ് വാങ്ങിക്കണം. ചിലപ്പം കയ്യിലുള്ള കാശാവാം, ചിലപ്പം എവിടെന്നെങ്കിലും കടം മറിച്ചതാവാം. തികച്ചും തെറ്റായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ അസൂയ കൊണ്ട് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് ധനം വിനിയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കടബാധ്യത വന്ന് കൂടിക്കൊണ്ടിരിക്കും. അദ്ദേഹത്തിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉണ്ടാവാം. അയാളൊരു കാർ മേടിച്ചു, എനിക്കിവിടെ കുറച്ച് കാശ് സമ്പാദിച്ചിട്ട് പുതിയൊരു കാർ മേടിക്കണം, അല്ലെങ്കിൽ കുറച്ച് കടമുണ്ട് അതൊക്കെ ഒന്ന് വീട്ടിയിട്ട് ഇനി കടമൊന്നും ഇല്ലാതെ ഒരു കാർ മേടിക്കണം, അല്ലെങ്കിൽ മറ്റൊരു വസ്തു മേടിക്കണം എന്നൊക്കെ തീരുമാനം എടുക്കുന്നത് നല്ലതാണ്. അത് പ്രചോദനം എന്ന് പറയും. പക്ഷേ അവൻ കാർ മേടിച്ചത് എൻ്റെ മുന്നിൽ ഞെളിഞ്ഞ് നടക്കാനാണ്. ഞാനും പുതിയതൊന്നും മേടിച്ച് അവൻ മേടിച്ചതിനേക്കാളും വലുത് മേടിച്ചിട്ട് ഞാൻ ഞെളിഞ്ഞ് നടക്കും എന്നുള്ള രീതിയിൽ ചില മിഥ്യാബോധങ്ങളോടുകൂടി ചില മനുഷ്യർ നടക്കാറുണ്ട്. അത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. ഇവർ കടക്കിണിയിൽ ചെന്നപ്പെടും എന്നുള്ളൊരു സംശയമില്ല. 5ാമത്തെ കാര്യം ഭക്ഷണത്തെ നശിപ്പിക്കുന്നതുമുണ്ട്. അതായത് ചിലർ പുറത്തുനിന്നൊക്കെ ഭക്ഷണം കഴിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു കുഞ്ഞു കുട്ടിയുണ്ടെങ്കിലും അതിനും വലിയൊരു പ്ലേറ്റ് നിറയെ ഭക്ഷണം മേടിച്ചു കൊടുക്കും. അയാൾക്ക് കഴിക്കാൻ പറ്റുന്നതിനേക്കാളും ഭക്ഷണം മേടിക്കും. ഒടുവിൽ എന്ത് ചെയ്യും? എല്ലാം ആ ടേബിളിലിട്ടിട്ട് ബില്ലും കൊടുത്തിട്ട് അയാൾ എഴുന്നേറ്റ് പോകും. ശരിക്കും പറഞ്ഞാൽ വളരെ മോശപ്പെട്ട പ്രവൃത്തിയാണ്. ചിലപ്പോൾ ഭക്ഷണം മേടിച്ചിട്ട് അവർക്ക് അപ്പോൾ കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? അത് പാഴ്സൽ ചെയ്ത് മേടിച്ചുകൊണ്ടു. നല്ല ശീലമാണ്. കാരണം വീട്ടിൽ കൊണ്ടുവച്ചിട്ട് അവർക്ക് കഴിക്കാം. പക്ഷേ വീട്ടിലായാലും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോഴായാലും ഭക്ഷണത്തിനെ വേസ്റ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് നാളെ ഭക്ഷണത്തിൻ്റെ വാല്യൂ മനസ്സിലാകുന്ന ഒട്ടേറെ സന്ദർഭങ്ങൾ വരും. കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ധനപരമായിട്ടുള്ള ഒരുപാട് കഷ്ടപ്പാടുകൾ വന്നു കൂടുന്നതായിട്ട് കാണാറുണ്ട്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. 6ാമത്തെ കടം വാങ്ങൽ ഹോബിയാകുന്നതുകൊണ്ട്. കടം പൊതുവിൽ ആൾക്കാർക്ക് മേടിക്കാൻ ബുദ്ധിമുട്ടാണ്. കാര്യം ഒരാളത്ത് നിന്ന് ചോദിച്ച് അയാൾ തന്നില്ലെങ്കിൽ അതിൻ്റെ നാണക്കേട്, അങ്ങനെ കടം മേടിക്കാൻ പലർക്കും മടിയാണ്. പക്ഷേ ഒരു അത്യാവശ്യ സന്ദർഭങ്ങളിൽ മിക്കവരും കടം മേടിച്ചിട്ടൊക്കെ ഉണ്ടാവും. അത് മനുഷ്യ ജീവിതത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു. എന്നാൽ കടം വാങ്ങൽ ഒരു ഹോബിയാക്കുന്നവരുണ്ട്. ആദ്യമൊക്കെ ഇവർ കടം വാങ്ങി തിരികെ കൊടുക്കുന്ന ശീലമായിരിക്കും. പിന്നെ കടം വാങ്ങിയിട്ട് മറ്റൊരാൾക്ക് കൊടുക്കുന്ന ഒരു ശീലമായിരിക്കും. ഒരാളുടെ വാങ്ങിച്ച് മറ്റൊരാൾക്ക് കൊടുത്ത്, ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് മറ്റൊരാൾക്ക് കൊടുത്ത്, ഇങ്ങനെ റോൾ ചെയ്തുകൊണ്ട്. 3ാമത്തെ സ്റ്റേജ് എന്ന് വെച്ചാൽ മേടിക്കുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ, കൊടുക്കുന്നതായിട്ട് ഉണ്ടാവില്ല. കാര്യം അപ്പോഴത്തേക്കും ഇയാളുടെ ഉള്ളിലെ നാണം എന്ന് പറയുന്ന കാര്യമൊക്കെ പോയി കഴിയും. ആര് ചോദിച്ചാൽ എനിക്കെന്ത് എന്നുള്ള മട്ടിൽ ഇവർ പണം തിരികെ കൊടുക്കാത്ത രീതിയിൽ ജീവിക്കാൻ തുടങ്ങും. ഇത്തരക്കാരുടെ ജീവിത രീതി കാണുമ്പോൾ തന്നെ അറിയാം. അവൻ ആദ്യമായിട്ട് 1-2 വട്ടം കടം മേടിച്ചതിൽ പുറമെ പിന്നെ മേടിച്ചു തുടങ്ങുമ്പോൾ അറിയാം ഇവൻ പോകുന്നത് അധോഗതിയിലേക്കാണ്. ഇവരെ രക്ഷപ്പെടുത്താൻ വളരെ പ്രയാസമാണ്. നിങ്ങളിൽ ആർക്കെങ്കിലും അനാവശ്യമായിട്ട് കടം മേടിക്കുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യുക. ഉള്ള കടത്തെ എത്രയും പെട്ടെന്ന് തീർത്തെടുക്കുക. കാര്യം നിങ്ങളെ ഈ ചുറ്റിച്ച് ഇത് വളരെ വലിയ നാശത്തിലേക്കായിരിക്കും കൊണ്ടുചെല്ലുന്നത്. ഇത് ഒഴിവാക്കേണ്ടതാണ്. 7ാമത്തെ കാര്യം പണം ഇന്നത്തേക്കാണെന്നുള്ള ചിന്ത. ചില വ്യക്തികളിൽ പുതിയ ചില മോട്ടിവേഷൻസ് ഉണ്ട്. ഇന്നത്തെ ജീവിതത്തെ ആസ്വദിക്കണം, ഇന്നത്തെ ജീവിതത്തിൽ ജീവിച്ച് തീർക്കണം എന്നുള്ള മട്ടിൽ. ശരിയാണ്, ഇന്നിനെ തന്നെ അറിഞ്ഞ് ജീവിക്കണം. പക്ഷേ നാളത്തേക്കൊരു കരുതലും കൂടെ വേണം. പലർക്കും ഇതില്ലാതായി പോകും. ഇന്നത്തെ ആർഭാടങ്ങളിൽ മുഴുകി, ഇന്നത്തെ ആസ്വാദനത്തിൽ മുഴുകി അവരെങ്ങനെ ജീവിക്കും. നാളത്തേക്ക് യാതൊരു കരുതലും ഉണ്ടാവില്ല. നാളെ ചിലർ പറയും നോക്കിക്കൊണ്ടിരിക്കുമ്പോഴല്ലേ മനുഷ്യർ മരിച്ചു പോകുന്നത്, അപ്പോൾ നമ്മളെല്ലാം കൂടെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നിട്ട് എന്താണ് ചെയ്യാൻ എന്നൊക്കെയാണ് ഇവർ ചോദിക്കാറുള്ളത്. ശരിയാണ്, ചിലപ്പോൾ ചിലരുടെ മരണം പെട്ടെന്ന് തന്നെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ കുറേയധികം പേര് നല്ലൊരു പ്രായം വരെ ജീവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലൈഫ് പെട്ടെന്ന് തീർന്നു പോകുന്ന ഒരാളാണെങ്കിൽ അയാൾ ഇപ്പോഴത്തെ സമയത്ത് കുറച്ചൊക്കെ ആസ്വദിച്ചിട്ട് പൊയ്ക്കോളൂ. അതിനൊന്നും പറയാൻ പറ്റില്ല. മനുഷ്യൻ അങ്ങനത്തെ ഒരു തീരുമാനം എടുത്തു പോയാൽ. പക്ഷേ നമ്മൾ ഇന്ന് കിടന്ന് ആസ്വദിക്കുന്നത് കാരണം, കാര്യം നാളെ കടം കയറിയിട്ട് ചിലർ കണ്ടിട്ടില്ല കയറ് കൊടുത്ത് തൂങ്ങിച്ചാവാൻ പോകുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സൂയിസൈഡ് അറ്റംപ്റ്റുകൾ ചെയ്യുന്നത്. അതാണ് പാടില്ലാത്തത്. നാളത്തേക്കൊരു കരുതലുണ്ടെങ്കിൽ നമ്മുടെ ഇന്ന് ശോഭനമായി മാറും. കാര്യം ഇന്നും നമ്മൾ ആവശ്യമുള്ളത് നമ്മുടേതായ ഒരു ലെവലിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ, അതായത് അങ്ങ് തുറന്നു വിട്ട ഒരു ജീവിത രീതി, ഡാമൊക്കെ തുറന്നു വിട്ട് അടിച്ചു തെറിപ്പിച്ച് പോകും പോലെയല്ല, ഒരു നിയന്ത്രണത്തോടു കൂടിയുള്ള ജീവിതം നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ നാളെയും ശോഭനമായിട്ട് തന്നെ മാറും. അപ്പം ഇത് മനസ്സിലാക്കി വെക്കുക. 8ാമത്തെ കാര്യം മറ്റുള്ളവരുടെ കണ്ണേർ മൂലം. ഇത് നമ്മുടെ നാട്ടിൽ പൊതുവിൽ പ്രചരിക്കുന്ന ഒരു കാര്യമാണ്, കണ്ണേർ എന്ന് പറയുന്ന ദോഷം. അത് ഇനി എന്തൊക്കെ നിയന്ത്രണങ്ങൾ പാലിച്ചു പോകുന്ന ആൾക്കാരാണെങ്കിലും ശരി, ചില വ്യക്തികൾ വന്ന് ഇവരെ ദൃഷ്ടിയിട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഇവർക്ക് എല്ലാ കാര്യത്തിലും പതനം തന്നെയായിരിക്കും. നന്നായിട്ട് ജീവിച്ചു പോകുന്നവർ പോലും നിലത്ത് വീണു പോകുന്ന അവസ്ഥ ഉണ്ടായി വരും. ദൃഷ്ടിദോഷം നിങ്ങൾക്ക് ബാധിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനുള്ള പ്രതിവിധികൾ ചെയ്യണം. പല വിധത്തിലുള്ള ദൃഷ്ടിദോഷത്തിലുള്ള പ്രതിവിധികളുണ്ട്. അതിൽ ഒട്ടേറെ വീഡിയോകൾ ഹിന്ദുവിഷൻ ചാനലിൽ തന്നെ ഉണ്ട്. അത്തരം കാര്യങ്ങളിലൂടെ ആ പ്രതിവിധികൾ ചെയ്ത് ആ ദോഷത്തെ മാറ്റിയെടുക്കണം. ഇല്ലെങ്കിൽ അത് ഒരു പതനത്തിന് കാരണമാക്കും. 9ാമത്തെ കാര്യം ആസൂത്രണം ഇല്ലായ്മ എന്നുള്ളതാണ്. ചിലർക്ക് പണം വരുന്നുണ്ട്, അത് സേവ് ചെയ്യണമെന്നൊക്കെയുള്ള ആഗ്രഹമുണ്ട്, നാളത്തേക്ക് ഇരട്ടിപ്പിക്കണമെന്നൊക്കെയുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ കൃത്യമായിട്ടുള്ള ആസൂത്രണമൊന്നും ഇല്ലാതെ
ഏതിലെങ്കിലും ആരെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ട പദ്ധതികളിലൊക്കെ കൊണ്ടുവന്ന് പണം നിക്ഷേപിച്ച് പിന്നെ ഒരിക്കലും ഒന്നും തിരികെ കിട്ടാത്ത ഒരവസ്ഥയിലേക്കൊക്കെ ചെന്ന് ചാടാറുണ്ട്. ചിലർക്ക് സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഒന്നും അറിഞ്ഞുകൂടാതൊക്കെ പോയി പണം നിക്ഷേപിച്ചിട്ട് നഷ്ടപ്പെടുത്തുന്നതൊക്കെ കണ്ടിട്ടില്ലേ? നമ്മളെപ്പോഴും പണം എന്ന് പറയുന്ന മഹാലക്ഷ്മിയായിട്ട് കരുതണം. ഈ പണത്തിൻ്റെ ഓരോ മണിയും ചിലവഴിക്കുന്നത് അത് കൃത്യമായ രീതിയിലാണെന്ന് ഉറപ്പുവരുത്തണം. ഇല്ലെങ്കിൽ എന്ത് പറ്റും? നമ്മൾ നാളെ കടബാധ്യതകളിലേക്കൊക്കെ ചെന്ന് ചാടാൻ സാധ്യതയുണ്ട്. 10ാമത്തെ കാര്യം, വീട്ടിൽ ലക്ഷ്മി വാസമില്ലായ്മ എന്നുള്ളതാണ്. അതായത് ഒരു വീടാകുമ്പം അവിടെ കൃത്യമായ ശുദ്ധി വൃത്തികളൊക്കെ പാലിച്ചിരിക്കണം. ഒപ്പം തന്നെ ആചാരപരമായിട്ടുള്ള നിലവിളക്ക് തെളിയിക്കുക മുതലായ കാര്യങ്ങൾ ചെയ്യണം. വീടിൻ്റെ വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വീടിൻ്റെ രക്ഷാകർമ്മങ്ങളെല്ലാം ചെയ്തിരിക്കണം. ഇവയെല്ലാം ചെയ്താൽ മാത്രമേ ഒരു വീട്ടിൽ ലക്ഷ്മി വാസം ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് പറ്റും? വല്ലപ്പോഴും വന്നു ആയുന്നതുപോലെ ലക്ഷ്മിയുടെ സാന്നിധ്യം ഉണ്ടായി വരും. അതുകൊണ്ട് നമ്മൾ കുറച്ചാളെ പിടിച്ചേക്കും. പക്ഷേ ഒടുവിൽ ദാരിദ്ര്യവും രോഗങ്ങളും വളരെ ദുഃഖങ്ങളും ഒക്കെ ആയിട്ട് മാറും. അതുകൊണ്ട് തന്നെ വീട്ടിലെ ഈശ്വരാധീനം ഇടയ്ക്ക് ചെക്ക് ചെയ്യണം. അത് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്യണം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കയ്യിൽ സമ്പത്ത് നിലനിൽക്കാത്ത, നമ്മുടെ കയ്യിൽ നിന്ന് സമ്പത്ത് ഉടനെ തന്നെ നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ 10 ലക്ഷണങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഇതിലേതെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇപ്പോൾ തന്നെ തിരുത്തണം. ഇനി നാളത്തേക്കൊന്നും മാറ്റി വെച്ചേക്കരുത്. തിരുത്തി കഴിഞ്ഞാൽ തന്നെ ഈ പ്രശ്നങ്ങൾ മാറിക്കിട്ടും. നിങ്ങളുടെ ബാധ്യതകളൊക്കെ കുറഞ്ഞു വരും. നിങ്ങളുടെ ധനം, കയ്യിലുള്ള ധനം പിന്നെ പതിയെ പതിയെ വർദ്ധിച്ചു വരികയും ചെയ്യുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ, മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സദാ RJ ഹരിചന്ദ്ര മഠം. നമസ്തേ.